അന്ന് രാത്രിയിൽ പതിവിൽ കൂടുതൽ തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നു. അതിഭയങ്കരമായ മഞ്ഞ് വീഴ്ച. സന്ധ്യ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം തുടങ്ങി. ഞാനും എൻ്റെ ഭാര്യയും ഈ തണുപ്പിനെ അതിജീവിക്കുവാനായി തണുപ്പിനെ പ്രതിരോധിക്കുവാനുള്ള ധാരാളം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഞങ്ങളും കിടന്നു ഉറങ്ങി. ഞാൻ ഒരു പാൻറ്റും ഒരു ഷർട്ടും അതിനു മുകളിൽ ഒരു കമ്പിളി ജാക്കറ്റും കട്ടിയുള്ള 2 സോക്സുകളും അണിഞ്ഞ് തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ടാണ് കിടന്ന് ഉറങ്ങിയത്. 2 മടക്കിയ കമ്പിളി പുതപ്പിനും എന്നെ തണുപ്പിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ 2 കൈകളും എൻ്റെ കാലുകൾക്ക് ഇടയിൽ വെച്ചുകൊണ്ട് ചരിഞ്ഞ് കിടക്കുകയാണ്. കഷ്ടിച്ച് കണ്ണിലേക്ക് ഉറക്കം പിടിച്ചതേയുള്ളൂ. അതാ കതകിൽ പടപട എന്നുള്ള ശബ്ദം. അകത്തുനിന്നും ഞാൻ ഓടാമ്പലിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷേ ആ പടപട ശബ്ദം എന്നെ ഒരു സംശയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോയി. ഞാനും ഭാര്യയും കിടന്നുറങ്ങുന്നത് മുകളിലത്തെ നിലയിലാണ്. എൻ്റെ മകനും ഭാര്യയും കുഞ്ഞും താഴത്തെ നിലയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. കൊതുകിൻ്റെ ശല്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ ബെഡിന് മുകളിൽ കൊതുകുവലയും വൃത്താകാരത്തിലുള്ള ഒരു കൊതുകുവലയും വിരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. അപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചത്. എന്നോട് പറഞ്ഞു, അതാ ആരോ കതകിൽ മുട്ടി വിളിക്കുന്നു. ഞാൻ സമയം നോക്കി. രാത്രി 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് കൂടിയായിരിക്കുന്നു. ഈ സമയത്ത് ആരാണ് ഞങ്ങളെ കതകിൽ തട്ടി വിളിക്കുന്നത്? മകൻ ആണെങ്കിൽ എന്നെ പപ്പ കതക് തുറക്ക് എന്ന് പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്ത് മകനെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. മോനെ, നീ എവിടെയാ? ഞാൻ ഉറങ്ങയാ പപ്പ. എന്താ? നീ ടോർച്ചും എടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് കയറി വരൂ. ആരോ ഈ കതകിൽ തുടരെ മുട്ടുന്നു. അതാരാ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇതാരാണെന്ന് എനിക്കൊരു പിടിയുമില്ല. അമ്മയാകപ്പാടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അവൻ മുകളിൽ സ്റ്റെയർ കേസിലെ ലൈറ്റ് എല്ലാം ഇട്ടതിന് ശേഷം മുകളിലേക്ക് കയറി വന്നു. പപ്പ, കതക് തുറക്ക് എന്ന് പറഞ്ഞു. ഞാൻ കതക് തുറന്നു. ആരാ കതകിൽ മുട്ടി വിളിച്ചെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, മോനെ, എനിക്കറിയില്ല. പപ്പായ്ക്ക് തോന്നിയതാണോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല മോനെ, ഞാനും കേട്ടതാണ്. കുറേ തവണയായിട്ട് അവർ കതകിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കതകിൻ്റെ ഓടാമ്പൽ കട എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയുമില്ല. കുറേ സമയത്തേക്ക് കതകിൽ മുട്ടുന്ന ശബ്ദവുമില്ലായിരുന്നു. പപ്പായ്ക്കും അമ്മയ്ക്കും തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഭയം ഉള്ളതുകൊണ്ട് തോന്നിയതായിരിക്കും. ഞങ്ങളല്ലേ താഴെ കിടന്ന് ഉറങ്ങുന്നത്. ഇതിലെ ആര് കയറി വരാനാ? സ്റ്റെയർ കേസിൻ്റെ അവിടെ ജനലുണ്ടല്ലോ. നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറിക്കും ജനലുണ്ട്. ഇതിനുള്ളിൽ ആരും കയറി വരുന്നില്ല. ഒരു പൂച്ച പോലും ഈ മുറിക്കിൽ കയറി വരികയില്ല, അല്ലെങ്കിൽ ഈ സ്റ്റെയർ കേസിലൂടെ കയറി വരികയില്ല. നിങ്ങൾ കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. മകൻ താഴേക്ക് പോയി. എൻ്റെയും ഭാര്യയുടെയും സംശയം മാറിയില്ല. കാരണം ഞങ്ങൾ ഭയന്ന് തന്നെ കിടക്കുകയാണ്. മകൻ പോയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും കതകിൽ മുട്ടുന്നു. എൻ്റെ ഭാര്യ എന്നോട് പതറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഇതേതോ അദൃശ്യ ശക്തിയാണ്. നിങ്ങളെപ്പോഴും പറയുമല്ലോ ഭൂതവും പിശാചും ഒന്നുമില്ലെന്ന്. ഈ മുറിയിൽ ആരോ കിടന്ന് മരിച്ചിട്ടുണ്ടായിരിക്കാം.
അല്ലെങ്കിൽ നേരത്തെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പ്രേതമായിരിക്കും നമ്മളെ വേട്ടയാടാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, പൊടി, അങ്ങനെയൊന്നും നീ വിചാരിക്കരുത്, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എങ്കിൽ പിന്നെ മകൻ ഇവിടെ വന്നപ്പോൾ അവർ എന്താണ് കതകിൽ മുട്ടാതിരുന്നത്? അവൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കതകിൽ മുട്ടുന്നല്ലോ എന്ന് പറഞ്ഞു. ഷെടാ, ഇവളീ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ഒരു അന്തരാളിച്ച ഉണ്ടായി. എന്താണ് ഇവളോട് പറയുക? ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുവാനും കഴിയില്ലല്ലോ. ഞാനും അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. കാരണം അവൻ വന്നപ്പോൾ ഈ കതകിലാരും തട്ടിയില്ല. ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ കതവ് തുറന്ന് 4 വശത്തേക്ക് നോക്കുകയും ചെയ്തു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും വന്നിരിക്കുന്നു. എന്ത് ചെയ്യും? ഭാര്യയാണെങ്കിൽ ആലില പോലെ വിറയ്ക്കുകയാണ്. എൻ്റെ മനസ്സിലിരുന്നത് പ്രേതമായിരുന്നില്ല, ആരോ മോഷ്ടാക്കൾ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഒരു മോഷ്ടാവിനും അവിടെ എങ്ങും ഒളിച്ചിരിക്കാനുള്ള ഒരു സൗകര്യവുമില്ല. പിന്നെ ആരാണ് കതകിൽ മുട്ടിയത്? ഭയം എന്നിലും പതുക്കെ പതുക്കെ ഇരച്ചു കയറാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അതാ വീണ്ടും കതകിൽ മുട്ടുന്നു. ഓടാമ്പൽ ശരിക്കും അങ്ങനെ തട്ടുകയാണ്. ഓടാമ്പൽ ഇളകുകയാണ്. ഞാൻ വീണ്ടും മകനെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു, മോനെ. ആ ശബ്ദം വീണ്ടും ഉണ്ട്. വീണ്ടും ഇവിടെ ആരോ കതകിൽ മുട്ടുന്നു. അവൻ മുകളിലേക്ക് കയറി വന്നു. ഇപ്രാവശ്യം അവൻ വന്നത് ലൈറ്റ് ഇടാതെയാണ്. ഒരു ടോർച്ച് പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി വന്നു. അവൻ വന്നപ്പോൾ അതാ കതകിൽ മുട്ടുന്ന ശബ്ദം അവനും കേട്ടു. അവൻ എന്നെ വിളിച്ചു, പപ്പാ, അമ്മേ, എഴുന്നേൽക്ക. ഞാൻ പറഞ്ഞു, മോനെ. പുറത്ത് നിന്ന് ആ ശബ്ദം കേൾക്കുന്നത് എനിക്കും അമ്മയ്ക്കും യഥാർത്ഥത്തിൽ ഭയം തോന്നുന്നു. കാരണം നമുക്കറിയാവുന്ന ഒരു സ്ഥലമല്ലല്ലോ ഇത് വടക്കേ ഇന്ത്യയല്ലേ. ഞങ്ങൾ ആകപ്പാടെ ഭയപ്പെട്ടിരിക്കുകയാണ്, വല്ല കള്ളന്മാരോ എന്ന് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അല്ല പപ്പ, വാതിൽ തുറക്ക. ഞാൻ ധൈര്യത്തോടെ വാതിൽ തുറന്നപ്പോൾ മകൻ എൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്ന് പറഞ്ഞു, പപ്പ, അത് കള്ളനുമല്ല, പ്രേതവുമല്ല, പിശാചുമല്ല, ഒന്നുമല്ല. പിന്നെ എന്തായിരുന്നു മോനെ? പപ്പ, ഈ സ്റ്റെയർകേസിന് നേരെയുള്ള ജനാലയിൽ കൂടി അതിശക്തമായ കോടക്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോടക്കാറ്റ് അതിശക്തമായി വന്ന് ഈ കതകിൽ കൊള്ളുമ്പോഴാണ് ഈ ഓടാമ്പൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ പപ്പ പുറത്തിറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അമ്മയോട് അവൻ പറഞ്ഞു, അമ്മേ, കതക് പൂട്ട്. അമ്മ കതക് പൂട്ടി. ഞാനും അവനും പുറത്തു നിന്നപ്പോൾ അതാ നമ്മുടെ കാറ്റിന്റെ രൂപത്തിൽ വരുന്ന പ്രേതം ഇതാ വീണ്ടും ഓടാമ്പലിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പലരും രാത്രിയിൽ കാണുന്ന ഭൂതങ്ങൾ, അനുഭവപ്പെടുന്ന ഭൂതം, പ്രേതം, പിശാച്, കള്ളൻ എല്ലാം നമ്മുടെ മിഥ്യാധാരണയാണ്. സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ മനസ്സാണ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ രാത്രി പിന്നീട് ഞങ്ങൾ സമാധാനത്തോടെ കൂടെ ഉറങ്ങുകയും അതേപ്പറ്റി പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും ചിരിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്നത് ഇന്നല്ല, ഒരു 3 വർഷം മുൻപ് ഞാനും ഭാര്യയും മധ്യപ്രദേശിലുള്ള എൻ്റെ മകനെയും ഭാര്യയെയും കുഞ്ഞിനെയും സന്ദർശിക്കുവാനായി പോയപ്പോഴുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ ഞാൻ വിവരിച്ചത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം.